Mamma's dishwash liquid. Soft on hands. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും ഇവർക്ക് മനസ്സിലാവില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യാനാണ്? പറഞ്ഞു കൊടുക്കുമ്പോൾ ഇരു ചെവികളിലൂടെ കേട്ട് അതിലൂടെ തന്നെ പുറന്തള്ളിയിട്ട് അണ്ണാക്കിലൂടെ വർഗീയ വിഷം വിതച്ച് നാടിനെ നാശമാക്കിയിട്ട് തീച്ചൂളയിലേക്ക് കൊണ്ടുപോകുന്ന ഈ നരാധവന്മാരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇന്നു മുതലൊന്നുമല്ല. പണ്ട് മുതലേ, ഇവരുടെ ഉത്ഭവ സമയം മുതലേ നമ്മൾ ഇവരോട് പറയുന്നുണ്ട് ഇത് ശരിയല്ല, ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന്. പക്ഷെ അവര് പറയുന്നു ഇതാണ് ശരിയെന്ന്. എന്നാൽ കാലവും ചരിത്രവും തെളിയിക്കുന്നു അതല്ല ശരിയെന്ന്. പറഞ്ഞു വരുന്നത് കൊറോണ ഒരു വിഭാഗത്തിന്റെ മേലിൽ മാത്രമാക്കി ആ വിഭാഗത്തെ വലിയ രീതിയിൽ ചൂഷണം ചെയ്ത് ആ മതവിഭാഗത്തിനെ നവമാധ്യമങ്ങളിലൂടെ വലിച്ചു കീറിയിട്ട് വർഗീയ വിഷം തുപ്പിയ BJP-യുടെയും RSS-ന്റെയും സംഘപരിവാറിന്റെയും നരാധവന്മാർക്ക് ഇപ്പോൾ ഒന്നുമില്ലേ പറയാൻ? എത്ര പേരാണ് നിങ്ങൾക്കിടയിൽ കൊറോണ ബാധിച്ച് മരിക്കുന്നത്? ഇവരൊക്കെ സാധാരണക്കാരാണോ? അല്ല, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. യോഗിയുടെ വിശ്വസ്തൻ മുതൽ ദാ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് അംഗദി വരെ എത്തി നിൽക്കുന്നു. കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് മരണം ആർക്കും സംഭവിക്കാം. മരണത്തിന്റെ പേരിൽ ആഘോഷമാക്കാൻ പാടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് തന്നെയാണ് ശീലിക്കേണ്ടത്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണം സംഭവിച്ച വീടിനോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കലാണ് അതിൻ്റെ രീതി. മരണപ്പെട്ട ഒരാളുടെ ഒരു കുറവും ആ നേരം പറയാൻ പാടില്ല എന്നത് തന്നെയാണ് വസ്തുത. അത് വസ്തുതാപരമായ സത്യമാണെങ്കിൽ പോലും അത് മറച്ചു വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ശരി. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. ചരിത്രമായി അത് അവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും. പറഞ്ഞു വരുന്നത് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് അംഗദിയുടെ മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസ്താവനയെക്കുറിച്ചും കൊറോണയെക്കുറിച്ചും തന്നെയാണ്. അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമ സമയത്ത് പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സമരക്കളത്തിൽ ഇറങ്ങുന്നവരെ വെടിവെച്ചു കൊല്ലണമെന്ന്. അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിന്റെ മണ്ണിൽ അടിയുറച്ച് ആർജവത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ തിട്ടൂരങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ജനവിഭാഗം വന്നപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് വെടിവെച്ചു കൊല്ലാനാണ്. ഇദ്ദേഹവും അറിഞ്ഞില്ല നാളുകളിൽ മരണം തന്നെ തേടിയെത്തും എന്ന്. ഏത് രീതിയിലാണ് മരണം തേടിയെത്തിയത്? കൊറോണയുടെ രൂപത്തിലാണ്. എന്താണ് ഈ കൊറോണയെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഭാഗത്തിന്റെ മേലിൽ സംഘപരിവാറിന്റെ ചെന്നായ്ക്കൾ കൊറോണയെ അടിച്ചേൽപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു പാവപ്പെട്ട തബ്ലീഗുകാരൻ ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്തേ ഇപ്പോൾ BJP-യുടെ നേതാക്കളെ വേട്ടയാടി നിങ്ങൾ കൊല ചെയ്യാത്തത്? എന്തേ നിങ്ങൾ സംഘപരിവാറിന്റെ നേതാക്കളെ വേട്ടയാടിയിട്ട് സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കാത്തത്? എന്തേ നിങ്ങൾ BJP-യുടെ മന്ത്രിമാർക്കെതിരെ ശബ്ദിക്കാത്തത്? അവർക്കിപ്പോൾ കൊറോണയില്ലേ? കൊറോണ ബാധിച്ച് അവർ മരിക്കുന്നില്ലേ? എന്തേ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായില്ല എങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളോട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു രോഗവും ഒരു വിഭാഗത്തിനുള്ളതല്ല. അത് ഒരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവിന്റെ ശരീരത്തെ നോക്കിയിട്ട്, ഹിന്ദുവിന്റെ ശരീരത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട്, മുസൽമാന്റെ ശരീരത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട്, ക്രിസ്ത്യാനിയുടെ ശരീരത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് ചെന്നു കയറുന്നതല്ല രോഗം. മറിച്ച് അവിടെ മനുഷ്യകുലത്തിലേക്കാണ് കടന്നു കയറുന്നത്. അവിടെ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, സംഘടനയില്ല, പേരുകളില്ല, ഒന്നുമില്ല. മറിച്ച് ശരീരം മാത്രമാണ് രോഗങ്ങളുടെ താവളം. അത് തിരിച്ചറിയാതെ വേട്ടയാടി മനുഷ്യരെ ഇല്ലാതാക്കിയ സമയത്ത് നിങ്ങൾ ഓർത്തില്ല ഇത് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല എന്ന്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യോഗിയുടെ വിശ്വസ്തൻ കൊറോണ ബാധിച്ച് മരിക്കുന്നു. അതോടൊപ്പം തന്നെ യോഗിയുടെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിക്ക് കോവിഡ് ബാധിച്ച് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ നിരവധി സംഭവങ്ങൾ. BJP-യുടെ പ്രധാന പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ കോവിഡ് ബാധിക്കുന്നു. ദാ ഇപ്പോൾ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് അംഗദിയും മരിക്കുന്നു. കർണാടകയിലെ പ്രമുഖനായ BJP-യുടെ നേതാവ്, ശക്തനായ നേതാവ്, വലിയ സ്വാധീനമുള്ള നേതാവ്, ആ നേതാവിനും കൊറോണ ബാധിച്ച് മരണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇനിയെങ്കിലും തിരിച്ചറിയുക.
ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ജനാധിപത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ട് മനുഷ്യകുലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യണമെന്ന് വിളിച്ചു പറയുമ്പോൾ മരണമെന്ന് പറയുന്ന വലിയ സത്യം നിന്നെയും തേടി വരുമെന്ന് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ ബോധമുണ്ടാകും. ഭരണഘടനയോട് കൂറുപുലർത്താൻ സാധിക്കും. ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. മതത്തിനപ്പുറത്ത് മനുഷ്യനെന്ന് പറയുന്ന പരമമായ സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. ഇനിയെങ്കിലും വിശ്വസിക്കുക, മനുഷ്യനാണ് വലുത്, മതം മനുഷ്യ നന്മക്കുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mama's dishwash liquid. Soft on hands.